രണ്ട് ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അഖിൽമാരാറുണ്ടെങ്കിൽ 2020 വിട്ടുക എന്നുള്ളൊരു കാര്യം. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഈ പാർട്ടിയിൽ തന്നെ നിൽക്കും, എന്നെ ഉണ്ടെങ്കിൽ സഹായിച്ചിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പിഷാരടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് അഖിൽമാരാറിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇപ്പം പല കാര്യങ്ങളും പറയുന്നതായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ മാറ്റി പറയുന്നതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാറുണ്ടെങ്കിൽ ഇത് കണക്ക് ഇലക്ഷൻ ഇരിക്കുന്ന എല്ലാ ക്യാൻഡിഡേറ്റ്സിനെയും ഉണ്ടെങ്കിൽ കളിയാക്കിക്കൊണ്ടൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിഷാരടി പൊട്ടുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഉണ്ടെങ്കിൽ പിഷാരടി ജയിച്ചു, അവസാനം ഉണ്ടെങ്കിൽ അഖിൽമാരാറ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ 2020 ഇടാനുള്ള കാരണം എന്താണെന്നുള്ള രീതിയിൽ മീഡിയക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ അവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഉണ്ടെങ്കിൽ പൊട്ടിയ സമയത്തുണ്ടെങ്കിൽ അവരെന്നെ കൈവിട്ട്, ഞാനുണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആവണമെന്നുള്ളൊരു ആഗ്രഹം പറയുകയും അതിനുവേണ്ടി എന്നെ റെക്കമെൻഡ് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ വാക്കിനോ അല്ലെങ്കിൽ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ഒരു കാര്യത്തിനോ റെസ്പോണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. സാബു എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ താൻ വിളിച്ചിട്ട് പോലും ഉണ്ടെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാതാണ് ഇരുന്നത്. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാർട്ടി നിന്നിട്ട് ഒരു ഗുണവും ഇല്ല, എന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് തരഞ്ഞെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ വിടാൻ തീരുമാനിച്ചെന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.